നമസ്കാരം. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് KCLനെ കുറിച്ച് സംസാരിക്കാം. KCLനെ പറ്റി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് അതിമനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് തന്നെ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ടാണ് സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടെങ്കിലും KCLന് മൊത്തത്തിന് ഒരു ഉണർവാണ് സഞ്ജു സാംസന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അത് ആ കാണികൾ ഗ്രൗണ്ടിൽ വരുന്ന കളി കാണാൻ വരുന്ന കാണികളുടെ കാര്യത്തിലായാലും ഓൺലൈനിലോ അല്ലെങ്കിൽ ആപ്പിൽ കൂടി അല്ലെങ്കിൽ TV-യിൽ കൂടി കളി കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിലൊക്കെ ഒരുപാട് വർധന തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോളിങ്ങിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ബാറ്റിങ്ങിൻ്റെ ക്വാളിറ്റി, ഫീൽഡിങ്ങിൻ്റെ ക്വാളിറ്റി, അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ ക്രിക്കറ്റിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് KCL. കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് മറ്റ് ലീഗുകൾ, ഇന്ത്യയിലെ മറ്റ് ലീഗുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മുടെ പ്ലേയേഴ്സ് കളിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സഞ്ജു സാംസന്റെ പെർഫോമൻസ് ഒരു സെഞ്ചുറി, അതുപോലെ തന്നെ ഒരു 89 റൺസ്, സെഞ്ചുറി 125, 51 ബോളിൽ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. ആ ഒരു ബാറ്റിംഗ് ഡിസ്പ്ലേ ആ ചേസിൽ കാണിച്ച ആ മാച്ച് തന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ. അതായത് കൊച്ചി ചേസ് ചെയ്ത കൊല്ലമായിട്ടുള്ള മാച്ച് ജയിച്ചത് ഒരു രക്ഷയില്ലാത്ത ഒരു മാച്ചായിരുന്നു. മുഹമ്മദ് ആഷിഖ് അതിൽ കളിച്ച ബാറ്റിംഗ്, ഓൾറൗണ്ട് പെർഫോമൻസ് മുഹമ്മദ് ആഷിഖിൻ്റെ, അങ്ങനെ ഒരുപാട് ടാലൻസ് ഉണ്ട്. അഹമ്മദ് ഇമ്രാൻ, തൃശ്ശൂരിന് വേണ്ടി കളിക്കുന്ന അഹമ്മദ് ഇമ്രാൻ സൂപ്പറായിട്ട് ബാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടോപ്പ് സ്കോറാണ്. 347 റൺസ് ഇപ്പോൾ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. രണ്ടാമതാണ് സഞ്ജു, ഒരു സെഞ്ചുറി 3 50 അഹമ്മദ് ഇമ്രാൻ ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ ഒരു ബോളറുണ്ട്, പേര് ഞാൻ പറഞ്ഞു, പുള്ളി ബാക്കിലേക്ക് കൂടി ഒരു ക്യാച്ചൊക്കെ എടുത്തു, സൂപ്പർ എഫേർട്ടായിരുന്നു. അങ്ങനെ ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ മൊത്തത്തിൽ ടോപ്പ് ക്വാളിറ്റി ക്രിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കേരളത്തിലെ കളിക്കാർക്ക് പറ്റുന്നു. അതിന് എക്സ്പോഷർ കിട്ടുന്നു, ആൾക്കാർ അതിലേക്ക് ശ്രദ്ധിക്കുന്നു. പല IPL ടീമിൻ്റെയും ഈ ടാലൻറ്റ് സ്കൗട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന IPL-ലേക്ക് കൂടുതൽ മലയാളി താരങ്ങൾ എത്താനായിട്ട് ഇത് കാരണമാകും. എനിക്ക് മൊത്തത്തിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്ന മാച്ചസ്, ഒരു ബോറിംഗ് മാച്ചസും അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല എല്ലാ മാച്ചസും കാണുമ്പോൾ. പോരാ ഇന്നലത്തെ മാച്ച് എടുത്താൽ പോലും അഹമ്മദ് ഇമ്രാൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം തൃശ്ശൂരിൻ്റെ ലാസ്റ്റിൽ വന്നിട്ട് അക്ഷയ് മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു, ഒരു 50 അടിച്ചു. ആ ഷോട്ട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു. കവറിന് മുകളിൽ കൂടി ഒരു 6 ഒക്കെ അടിച്ച് സൂപ്പറായിരുന്നു. ആ ഫൈനലിൽ കൊണ്ടുവന്ന ആ ഒരു ഫസ്റ്റ് ബാറ്റിങ്ങിൽ 220 മുകളിലേക്ക് സ്കോർ കൊണ്ടെത്തിക്കാനൊക്കെ അവരുടെ ടീമിന് സാധിച്ചു. അതുപോലെ തന്നെ ചേസിങ്ങിലും മൊത്തത്തിൽ എല്ലാ ടീമും കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ക്രിക്കറ്റ് വലുതായിട്ട് വരുന്നുണ്ട്. അത് കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച്, നമ്മൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടുന്ന് കൂടുതൽ പ്ലേയേഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കളി കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ പയ്യന്മാർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് IPL-ലൊക്കെ അല്ലെങ്കിൽ മുകളിലേക്കുള്ള സെലക്ടേഴ്സിൻ്റെയൊക്കെ ശ്രദ്ധ പിടിച്ചു മാറ്റാൻ പറ്റുമെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിനൊരു IPL ടീം ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ KCL-ന്റെ ഈ വളർച്ച എന്ന് പറയുന്നത്. അതിനൊരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുവാണെങ്കിൽ ഭാവിയിലേക്ക് ഒരു IPL ടീം കേരളത്തിനായിട്ട് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പ്രിയദർശൻ അതിനെപ്പറ്റി ഈ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു ചാൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാബ് ചെയ്യും, അതിനുവേണ്ടി ശ്രമിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം കൂടെ ഒന്ന് കൈകോർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് സാധ്യമായിട്ടുള്ള കാര്യമാണ്. IPL എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു സാധ്യത തന്നെയാണ്. അതാണ് KCL-നെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം. KCL തീർച്ചയായിട്ടും കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിലോ TV-യിലോ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരമാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഒരു നഷ്ടം വരത്തില്ല. അതുപോലെ സൂപ്പറായിട്ടുള്ള മാച്ചസ്, ടൈറ്റ് മാച്ചസ്, ലാസ്റ്റ് ഓവർ വരെ എത്തുന്ന മാച്ചസ് ഒരുപാട് കണ്ടു. നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഴ ഇനി ഒരു പണി തരുമോ എന്നുള്ളത്, ഇപ്പോൾ മഴ നടക്കുന്നുണ്ട്, മഴ ഇനി പണി തരുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം. അല്ലാതെ ബാക്കിയെല്ലാം ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അശ്വിൻ IPL-ൽ നിന്ന് വിരമിച്ച ന്യൂസ് ഓൾറെഡി എല്ലാവരും അറിഞ്ഞാണല്ലോ. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അശ്വിൻ വിരമിച്ചത് എന്നെ സംബന്ധിച്ച്, അശ്വിൻ ഒരുപാട് ക്രിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു IPL-ൽ തന്നെ. ഒരുപക്ഷെ ചെന്നൈക്ക് അശ്വിന് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ഒരു ക്വാളിറ്റി സ്പിന്നർ ഇല്ലാത്ത മറ്റ് IPL ടീമുകൾ ഒരുപാടുണ്ടായിരുന്നു. അത്യാവശ്യം ബാറ്റ് ചെയ്യാനും കൂടെ പറ്റുന്ന അശ്വിന് തീർച്ചയായിട്ടും മറ്റു പ്രത്യേകിച്ച് രാജസ്ഥാന് വലിയൊരു നഷ്ടം തന്നെയാണ് അശ്വിൻ. ഇനിയാലും രാജസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഉള്ള സ്പിന്നേഴ്സിനെക്കാട്ടിലൊക്കെ സൂപ്പർ ക്വാളിറ്റി സ്പിന്നറാണ്. രാജസ്ഥാനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അതുപോലെ മറ്റ് പല ടീമുകൾ ക്വാളിറ്റി ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ അഭാവം പല ടീമുകളും ഉള്ളതുകൊണ്ട് തന്നെ അശ്വിന് 1-2-3 വർഷമൊക്കെ കളിക്കാനുള്ളൊരു ആയുസ് ഉണ്ടായിരുന്നു കരിയറിൽ. പക്ഷേ പുള്ളി അതല്ല പ്രിഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബ് ചാനലും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് തന്നെ മറ്റ് ഗ്ലോബൽ ലീഗിലേക്കും ക്രിക്കറ്റിൻ്റെ മറ്റ് തലങ്ങളിലേക്കൊക്കെ പോകാനായിരിക്കും പുള്ളി പ്ലാൻ ചെയ്യുന്നത്. പുള്ളി ഒരു എഞ്ചിനീയറാണ്, പുള്ളി ഒരു സയൻറ്റിസ്റ്റാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ക്രിക്കറ്റിൻ്റെ മറ്റ് മേഖലകൾ, പുതിയ തലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അശ്വിൻ ട്രൈ ചെയ്യും. അത് വളരെ എക്സൈറ്റിംഗ് ആണ്. നമ്മൾ അശ്വിൻ്റെ അഭിപ്രായങ്ങൾ അശ്വിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. അശ്വിൻ്റെ
ബോൾഡായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. ഫേസ്ഡ്, അത് മുഖത്ത് നോക്കിയ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ BCCI ആയിട്ടോ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസി ക്രിക്കറ്റായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഇൻസൈഡായിട്ടുള്ള കാര്യങ്ങൾ പറയാനും കുറച്ചും കൂടെ രൂക്ഷമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കാനൊക്കെ അർഷിന് സാധിക്കും. അത് തീർച്ചയായിട്ടും ഈ ഒരു എക്കോ സിസ്റ്റത്തിന് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ പൂജാര ദ മിനി വോൾ റിട്ടയർ ആയി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന്, ഓൾ ഫോർമാറ്റ് ഓഫ് ക്രിക്കറ്റിൽ നിന്ന്. ടെസ്റ്റ് ക്രിക്കറ്റിൽ പൂജാര ഉണ്ടാക്കിയ മാർക്ക് വളരെ വലുതാണ്. രാഹുൽ ദ്രാവിഡിന് ശേഷം ആ നമ്പർ 3 പൊസിഷനിൽ ഇന്ത്യക്ക് ഒരു വലിയ സംഭാവനയാണ് പൂജാര ചെയ്തത്. പക്ഷേ പൂജാര ഒരു സൈലൻ്റ് ആയിട്ടുള്ള വലിയ PR വർക്കൊന്നും ഇല്ലാത്ത, ബഹളങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ പുള്ളി പലപ്പോഴും ഒരു ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു താരമാണ്. പക്ഷേ പലപ്പോഴും ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പെർഫോമൻസുകൾ, ജാവേൽ ഇന്ത്യയുടെ വിന്ന്, ആ ഒരു സീരീസിൽ ഇന്ത്യയുടെ 2 ഓസ്ട്രേലിയൻ സീരീസിലുള്ള ഇന്ത്യയുടെ വിന്നൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പൂജാരയുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും ഇന്ത്യക്ക് ഒരു നമ്പർ 3 ഇതുവരെ ഒരു ഫിക്സ് ആക്കാനോ അവിടെ നല്ലൊരു സോളിഡ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ കണ്ടെത്താനോ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ആ നമ്പർ 3 എത്ര സ്ട്രോങ് ആയിട്ട് പൂജാര ഹോൾഡ് ചെയ്ത് പോയിരുന്നു എന്നുള്ളത്. അത്രയും ടാലൻ്റ് ആയിട്ടുള്ള, അത്രയും ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള, ക്യാരക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് അവനവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മിണ്ടാതെ പോകുന്ന ടൈപ്പ് ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും പൂജാര ഇന്ത്യൻ ക്രിക്കറ്റ് മിസ് ചെയ്യും. കുറച്ചും കൂടെ ആയുസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂജാരയുടെ ടെസ്റ്റ് കരിയറിന്. ഒരു പക്ഷേ ഈ കഴിഞ്ഞ VGTയിൽ ശരിക്കും പൂജാരയ്ക്ക് കളിക്കാൻ വരുന്നു. പുള്ളിയുടെ ആവറേജ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഓസ്ട്രേലിയയിൽ മാത്രം എടുത്ത് നോക്കിയാൽ എന്തുമാത്രം നന്നായിട്ടാണ് പൂജാര കളിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയൊരു മിസ് തന്നെയായിരിക്കും. ഇവർക്കൊക്കെ ഒരു റിട്ടയർമെൻറ്റ്, ഒരു മാച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓണർ ചെയ്യാനുള്ള BCCI എന്തുകൊണ്ട് ചെയ്യുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വിരാട് കോഹ്ലി ആയാലും RS ആയാലും അതുപോലെ തന്നെ രോഹിത് ശർമ്മ, പൂജാരയൊക്കെ ലെജൻഡറി ക്രിക്കറ്റേഴ്സ് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തുള്ള സംഭാവനകൾ ഭയങ്കര വലുതാണ്. അപ്പോൾ അവർക്ക് ഡീസൻ്റ് ആയിട്ട് ഒരു മാച്ച് കൊടുത്ത് അവരെ റിട്ടയർ ചെയ്യുക, അവരെ വേണ്ട ബഹുമാനം കൊടുക്കുക, ഓണർ ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴായാലും നമ്മുടെ ലെജൻസ് റിട്ടയർ ചെയ്യുമ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും അവരുടെ ആ ഒരു എഫോർട്സിനെയും അവരുടെ പെർഫോമൻസിനെയൊക്കെ ഓണർ ചെയ്യാനുള്ള ഒരു അവസരം BCCI കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും പൂജാരെ പോലൊക്കെ അധികം മീഡിയയോ അല്ലെങ്കിൽ ആരാധകരോ ഒന്നും അധികം എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കാത്ത പ്ലേയേഴ്സാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ ആ ഒരു പെർഫോമൻസിന്, അവരുടെ ലെജൻഡറി സ്റ്റാറ്റ്സിന് അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് അവർ തീർച്ചയായിട്ടും അർഹിക്കുന്നു. അത് മുന്നോട്ട് പോകുമ്പോൾ BCCI ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മിസ്സായ ഒരു സീരീസാണ് ഓസ്ട്രേലിയ വിസ് സൗത്ത് ആഫ്രിക്ക. 3 T20 ഉള്ള സീരീസ് ഓസ്ട്രേലിയ വിൻ ചെയ്തു. അതിനുശേഷം ODI സീരീസ് സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്തു. T20 സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ബ്രവീസിൻ്റെ സൂപ്പറായിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ട്, അടിപൊളി ഒരു ഇന്നിങ്സ് ഉണ്ട്. ചെന്നൈക്ക് ഒരു ലോട്ടറി തന്നെയാണ് ബ്രവീസ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. പിന്നീടൊന്ന് മങ്ങി, ODI സീരീസിലൊന്ന് മങ്ങി. ODI സീരീസിൽ സൗത്ത് ആഫ്രിക്ക സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തത്. 2027 ODI വേൾഡ് കപ്പിൽ ഒരു നല്ലൊരു കോമ്പറ്റീറ്റർ തന്നെയായിരിക്കും സൗത്ത് ആഫ്രിക്ക. കാരണം അവർക്ക് ആ ഒരു ODIക്ക് നല്ല ബേസ് ഉണ്ട്, അങ്ങനെയുള്ള പ്ലേയേഴ്സ് കൂടുതലാണ്. പിന്നെ ഇവർ വാണ്ടഡസനെയൊക്കെ T20 കളിപ്പിക്കുന്നത് എന്തിനാണ്, എന്നിട്ട് വാണ്ടഡസനെ ODIയിൽ കളിപ്പിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നം സൗത്ത് ആഫ്രിക്കയുടെ ടീം സെലക്ഷനിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നല്ല ക്രിക്കറ്റ്, നല്ല സീരീസ് ആയിരുന്നു അത് രണ്ടും. ലാസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയ തകർത്താഴി. ഫസ്റ്റ് 2 മാച്ച് ODIയിലെ 2 മാച്ച് സൗത്ത് ആഫ്രിക്ക ജയിച്ച് സീരീസ് ആയി. ലാസ്റ്റ് മാച്ചിൽ വന്നിട്ട് ഓസ്ട്രേലിയ തകർത്തടിച്ചു. ഹെഡിൻ്റെ സൂപ്പർ ബാറ്റിംഗ്, മാഷിൻ്റെ സൂപ്പർ ബാറ്റിംഗ്, അതിനുശേഷം ഗ്രീൻ എന്നെ അടിച്ചത് അവസാനം. ഇനി വരുന്ന IPL-ലേക്ക് ഇപ്പോൾ നമ്മൾ സഞ്ജു റിലീസ് ആവുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ ഓപ്ഷനെ പറ്റി പറയുന്നുണ്ട്, KL രാഹുൽ റിലീസാവും, അങ്ങനെ മറ്റു പല പേരുകളും പറയുന്നുണ്ടെങ്കിൽ ഗ്രീൻ വരുവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഒരു കലക്കും. നല്ലൊരു എമൗണ്ട് ഗ്രീനിന് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. കാരണം അമ്മാതിരി അടിയാണ് ഇപ്പോൾ ആ ODI ലാസ്റ്റ്. അപ്പോൾ നല്ലൊരു ഫോമിലാണ് ബാറ്റിംഗ്, പ്രത്യേകിച്ചും ഷോർട്ട് ഫോർമാറ്റിൽ T20 ആൻഡ് ODIയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് തന്നെ. ടെസ്റ്റിൽ ഇതുവരെ അങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ആഷേഴ്സ് വരുന്നുണ്ട്. അതിലേക്ക് വരുമ്പോഴാണ് ആഷേഴ്സിലേക്കുള്ള ബിൽഡപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വാക്പോലുകളും ഓൾറെഡി ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിൻ്റെയും സീനിയർ പ്ലെയേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. അതിൻ്റെ ആൻറ്റിസിപ്പേഷൻസ് നടക്കുകയാണ് നവംബറിലേക്ക്. 2 മാസമുണ്ട്. എങ്കിലും ഈ 2 ടീമുകളും ഹെഡ് ചെയ്യുന്നത് ആഷേഴ്സിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഭയങ്കര കാര്യമായിട്ട് ഓസ്ട്രേലിയയുടെ ഒരു ടോപ്പ് ഓർഡർ ഒന്നും അങ്ങോട്ട് ഇതുവരെ സെറ്റായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കലുഷമായിട്ട് നടന്നു വരുന്നു. അതിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കവർ ചെയ്യണം. അതുപോലെ തന്നെ ഏഷ്യ കപ്പ് വരുന്നുണ്ട്. ഏഷ്യ കപ്പിലേക്ക് ഇന്ത്യയുടെ ടീം ഓൾറെഡി നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. പാകിസ്ഥാൻ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാൻ ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബംഗ്ലാദേശിൻ്റെ ടീം പ്രഖ്യാപിച്ചോന്ന് അറിയില്ല. സോ അവരുടെയൊക്കെ ഒരു റിവ്യൂ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവറോൾ ഇതുവരെ ഞാൻ മിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. തീർച്ചയായിട്ടും ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരു ഡെയിലി ബേസിലോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു 2-3 ഡേയ്സ് എങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.